മണ്ണാർക്കാട്ടെ കൊലപാതകം രാഷ്ട്രീയ കാരണങ്ങളാൽ അല്ലെന്ന പ്രസ്താവന കൊല്ലപ്പെട്ട സഫീറിന്റെ പിതാവ് സിറാജുദ്ദീൻ തിരുത്തി. CPI ഓഫീസിൽ ചേർന്ന യോഗത്തിലാണ് കൊല ചെയ്യാനുള്ള തീരുമാനമുണ്ടായതെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ ആരോപിച്ചു. എന്നാൽ ആരോപണം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നിഷേധിച്ചു. പുതിയ CPI അത്രേ ഉള്ളൂ, അല്ലാതെ ഇതിൽ രാഷ്ട്രീയമല്ല ഇതിൽ പ്രധാനം. രാഷ്ട്രീയമായിട്ട് ഇതിനെ കാണരുത്. ഇതായിരുന്നു സിറാജുദ്ദീന്റെ ആദ്യ പ്രതികരണം. ഇത് തിരുത്തിയാണ് കൊലയ്ക്ക് പിന്നിൽ CPI ഗുണ്ടകളുടെ രാഷ്ട്രീയ പകപോക്കലാണെന്ന് സിറാജുദ്ദീൻ ആരോപിച്ചത്. പ്രദേശത്തെ CPI ഗുണ്ടാത്താവളമായ മത്സ്യമാർക്കറ്റ് പൂട്ടിച്ചതിലുള്ള വിരോധമാണ് പ്രതികൾ തീർത്തത്. എൻ്റെ മൂത്ത മോനോട് അവർ പറഞ്ഞു, നിന്റെ ഉപ്പാനോട് പറ, സഫീറിന് ഒരു ഖബർ മറ ചെയ്യാനുള്ള ഖബർ റെഡിയാക്കി വെക്കണം. അതിപ്പോൾ അവർ നടപ്പാക്കി. തന്നെയും മകനെയും കൊല്ലുമെന്ന് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴും ഭീഷണിയുണ്ടെന്നും സിറാജുദ്ദീൻ പറഞ്ഞു. സഫീറിനെ കൊല്ലാനുള്ള ഗൂഢാലോചനാ യോഗം ചേർന്നത് CPI ഓഫീസിലാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. തൊട്ടടുത്തുള്ള CPIയുടെ ഓഫീസിൽ യോഗം ചേർന്ന് ആ യോഗത്തിൽ വെച്ച് ഭീഷണി മുഴക്കി രഹസ്യ തീരുമാനമെടുത്താണ് ജാഥയായി വന്ന് ഒരു വിഭാഗം ആളുകൾ ഇയാളെ കടയിൽ കയറി കൊലപ്പെടുത്തിയെന്നാണ് ഇന്നലെ പിതാവിനോട് പറഞ്ഞു. എന്നാൽ CPIക്ക് ബന്ധമുണ്ടെന്ന ആരോപണം സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നിഷേധിച്ചു. ഞങ്ങളുടെ പാർട്ടി അംഗങ്ങളാരും ഈ കേസിൽ പ്രതിയായിട്ടില്ല. പോലീസ് കണ്ടെത്തിയ പ്രതികളിലാരും ഞങ്ങളുടെ പാർട്ടി മെമ്പർമാർ. ഞായറാഴ്ച രാത്രിയാണ് യൂത്ത് ലീഗ് പ്രവർത്തകൻ സഫീറിനെ 5 സംഘം കുത്തിക്കൊന്നത്. മീഡിയ 1 പാലക്കാട്. കൊല്ലം പുനരൂരിൽ പ്രവാസി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 2 പ്രതികൾ കൂടി കീഴടങ്ങി. മുഖ്യപ്രതിയായ ഇമേഷും AIYF പ്രവർത്തകൻ രതീഷുമാണ് കീഴടങ്ങിയത്. നേരത്തെ അറസ്റ്റിലായ AIYF നേതാവ് ഗിരീഷിനെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. പുനലൂർ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലാണ് പ്രതികളായ ഇമേഷും രതീഷും ഇന്ന് വൈകിട്ടോടെ കീഴടങ്ങിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റപ്രകാരം 2 പേരെയും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇവരെ ചോദ്യം ചെയ്യുന്നതിനായി 2 ദിവസത്തിനകം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ പത്തനാപുരം CI അൻവർ അറിയിച്ചു. നേരത്തെ അറസ്റ്റിലായ AIYF നേതാവ് ഗിരീഷിനെയും കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കേസിൽ ഇനി 3 പേരെ കൂടി പിടികൂടാനുണ്ട്. അതേസമയം CPM സമ്മർദ്ദം മൂലം നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കുകയാണെന്നാണ് AIYFന്റെ നിലപാട്. അത് ചില പ്രാദേശിക CPMന്റെ നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി CPIയുടെ AIYFന്റെ സഹാക്കൾക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നുണ്ട്. കേസിൽ AIYFന്റെ കൊല്ലത്തെ പ്രധാന നേതാക്കൾ അറസ്റ്റിലായതോടെ CPI പ്രതിരോധത്തിലായിരിക്കുകയാണ്. മലപ്പുറത്ത് നാളെ ആരംഭിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിലും വിഷയം ചർച്ചയാകും. മീഡിയ 1 കൊല്ലം. കേരളത്തിലെ 2 വ്യത്യസ്തയിടങ്ങളിൽ 2 വ്യത്യസ്ത സംഭവങ്ങളിൽ CPI എന്ന പാർട്ടി ആരോപണം നേരിടുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന CPIയുടെ ഒരു പരമ്പരാഗത രാഷ്ട്രീയ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ ആരോപണങ്ങളാണ് അവർ നേരിടുന്നത്. CPI പുതിയ കാലത്ത് പുതിയ വഴിയിലേക്കാണോ? ഈ വിഷയം ചർച്ച ചെയ്യുന്നു. സ്പെഷ്യൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് രാജ്, അതുപോലെ മരക്കാർ മാരായമംഗലം മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി, ആം ആദ്മി പാർട്ടി നേതാവ് CR നീലകണ്ഠൻ, കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല എന്നിവർ നമ്മളോടൊപ്പം ചേരും. വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് തിരികെ എത്താം. ആദ്യം സുരേഷ് രാജിലേക്ക്. സുരേഷ് രാജ്, മാന്യന്മാരുടെ പാർട്ടി എന്നൊരു വിശേഷണം CPIക്കുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്. മഹാന്മാരായ ചില നേതാക്കൾ CPIയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അച്യുതമേനോനാകട്ടെ, PK വാസുദേവൻ നായരാകട്ടെ, P സുരേന്ദ്രനാഥാകട്ടെ, അങ്ങനെ മഹാന്മാരായ ചില നേതാക്കന്മാർ വളർത്തിയെടുത്ത ഒരു രാഷ്ട്രീയ ശൈലിയും പാരമ്പര്യവും CPIക്ക് സ്വന്തമായിട്ടുണ്ട്. ഒരു പക്ഷേ CPIയുടെ ചരിത്രത്തിൽ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരം ആരോപണങ്ങൾ പാർട്ടി നേരിടുന്നുണ്ടാവുക. അതിലൊന്ന് കൊല്ലം ജില്ലയിലാണെങ്കിൽ, കൊല്ലം ജില്ലയിൽ ഒരു പ്രവാസിയുടെ വർക്ക്ഷോപ്പിന് മുമ്പിൽ കൊടി സ്ഥാപിച്ച ശേഷം ആ പ്രവാസി ആത്മഹത്യ ചെയ്തു. അതിൽ AIYF പ്രവർത്തകർ അറസ്റ്റിലായിരിക്കുന്നു. മറ്റൊന്ന് താങ്കളുടെ ജില്ലയായ പാലക്കാട്ടിൽ മണ്ണാർക്കാട് ഒരു യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ അതിന് പിന്നിൽ ഗുണ്ടായിസമാണ് എന്ന ആരോപണം വരുന്നു. അതിന് പിന്നിൽ CPIയുടെ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു എന്ന് വരുന്നു. KPCC അധ്യക്ഷൻ പരസ്യമായി ആരോപിക്കുന്നു CPI ഓഫീസിൽ വച്ചാണ് ഈ കൊല ആസൂത്രണം ചെയ്തത് എന്ന്. CPIയുടെ ഒരു ഇമേജ്, ഒരു പ്രതിച്ഛായയ്ക്ക് തന്നെ കളങ്കം തട്ടുന്ന ആരോപണങ്ങളല്ലേ ഇത്? CPI ഒരു പുതിയ രാഷ്ട്രീയ ശൈലി സ്വീകരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള നേരിൻ്റെ പാത അതിശക്തമായി തന്നെ ഞങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ 2 സംഭവ വികാസങ്ങളിൽ ഒന്ന് പാലക്കാട്ടിലേതായതുകൊണ്ട് അതിലേക്ക് ഞാൻ ആദ്യം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പാലക്കാട്ട് ഈ കൊലപാതകം, മണ്ണാർക്കാട് നടന്ന കൊലപാതകം അപലപനീയമാണ് എന്ന് CPI പ്രഖ്യാപിച്ചതാണ്, പറഞ്ഞതാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് മണ്ണാർക്കാട് സംഭവിച്ചത്. പക്ഷേ MM ഹസൻ പറയുന്നത് പോലെ ഈ മരിച്ചുപോയ സഹോദരൻ്റെ പിതാവ് പറയുന്നില്ല എന്ന് നാം കാണണം. അദ്ദേഹം ഇന്ന് പരസ്യമായി പറഞ്ഞു, ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല, എൻ്റെ മകൻ മരിച്ചത് രാഷ്ട്രീയമായിട്ടുള്ള സംഘടന കൊണ്ടല്ല, ചെറുപ്പകാലം മുതലുള്ള വൈരാഗ്യമാണ്
ഈ കൊലയിലേക്ക് എത്തിയത് എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. CPIയിലേക്ക് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, കേരളത്തിലൊട്ടാകെ വന്നിട്ടുണ്ട്, പാലക്കാട് ജില്ലയിലും വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഉള്ള ആളുകളാണ് ഇവർ എന്നാണ് ഈ മുസ്ലിം ലീഗിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ പ്രചരിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഏർപ്പാട് CPIയിലില്ല. CPIയിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, മണ്ണാർക്കാട് വെച്ച് നടന്ന പാർട്ടിയുടെ ജില്ലാ സമ്മേളനം, അതിന് ശക്തി വിളിച്ചോതിയ പ്രകടനം, റെഡ് വളണ്ടിയർ മാർച്ച്, അതിലൊക്കെ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. അവർക്കൊന്നും പാർട്ടി മെമ്പർഷിപ്പ് ഈ പാർട്ടി കൊടുത്തിട്ടില്ല. ഈ പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ആർക്കും ആ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാം. അതാണ് ഈ പാർട്ടിയുടെ നയം. പാർട്ടി മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് സ്ക്രൂട്ടിനി നടത്തി, പരിശോധന നടത്തി, കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് കൊടുത്ത് ആ സഖാവിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് ഫുൾ മെമ്പർഷിപ്പ് കൊടുക്കുന്ന 6 മാസങ്ങൾക്ക് ശേഷമാണ്. ഇവിടെ ആരോപിക്കപ്പെട്ടിട്ടുള്ള ഈ 5 പേർ, ബഷീർ, അജീഷ്, റാഷിദ്, ഷർജിൻ, സുബ്ഹാൻ, ഈ 5 പേർ CPIക്കാരല്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും CPI സ്വീകരിക്കില്ല. അവർ ഇപ്പോൾ നിയമത്തിൻ്റെ മുമ്പിൽ പ്രതികളാണ്. ആ പ്രതികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. കൊലപാതക രാഷ്ട്രീയത്തെ CPI പ്രോത്സാഹിപ്പിക്കില്ല ഒരിക്കലും. അതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചത്. സുരേഷ്, ശരി, ആ കാര്യം വ്യക്തമാണ്. താങ്കൾ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. ഈ കൊല്ലപ്പെട്ട ഷഫീറിൻ്റെ പിതാവ് ഇന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന തിരുത്തി വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഈ കൊലയുടെ ഉദ്ദേശം രാഷ്ട്രീയ വൈരാഗ്യമല്ല, പക്ഷേ ഈ കൊലയാളികൾക്ക് പിന്തുണയായത് CPIയുടെ പിന്തുണയാണ് എന്ന് അദ്ദേഹം വീണ്ടും തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആരോപണത്തിൽ നിന്ന് CPIക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ പറയട്ടെ, തിരുത്തി പറഞ്ഞതിൻ്റെ പിറകിൽ സമ്മർദ്ദമുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. അദ്ദേഹം ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു പിതാവ് സ്വമേധയായിരുന്നു പറയുന്നതും ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വിധേയമായി പറയുന്നത് രണ്ടായി വേണം കാണാൻ എന്നാണ് എനിക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് അദ്ദേഹം രണ്ടാമത് പത്രസമ്മേളനം നടത്തിയത്. സ്വമേധയാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇതിൽ രാഷ്ട്രീയ ബന്ധമില്ല എന്ന്. അതാണ് നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടത്. ശരി സുരേഷ്, ഞാൻ മടങ്ങി വരാം. ശ്രീ മരക്കാർ, ഇവിടെ സുരേഷ് പറയുന്നത് CPIയുടെ ഒരു മെമ്പർ പോലും ഈ പ്രതിപട്ടികയില്ല എന്നാണ്. അതായത് ഈ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും CPI സ്വീകരിക്കില്ല എന്നും അദ്ദേഹം ആവർത്തിക്കുന്നു. ഇക്കാര്യത്തിൽ CPIക്ക് ബന്ധമുണ്ട് എന്ന് KPCC അധ്യക്ഷൻ ആരോപിക്കുന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള UDF കക്ഷികളും ആരോപിക്കുന്നു. എന്താണ് നിങ്ങളുടെ പ്രതികരണം? CPIയുടെ ജില്ലാ സെക്രട്ടറി, എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ പ്രിയപ്പെട്ട സുരേഷ് രാജ്, ഒരു രാഷ്ട്രീയക്കാരൻ ഒരു സംഭവം നടന്നാൽ പറയേണ്ടത് അദ്ദേഹം പറയുകയാണ്. മണ്ണാർക്കാട്ട് ഈ സംഭവത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് ഈ പ്രതികൾക്ക് CPIയുമായി ഒരു ബന്ധവുമില്ല എന്നാണ് പ്രിയപ്പെട്ട CPIയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നത്. ഒരു കാര്യം മണ്ണാർക്കാടുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. മെമ്പർഷിപ്പ് CPIയിൽ കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങളെ സംബന്ധിച്ച് പ്രിയപ്പെട്ട സുരേഷ് രാജ് സമർത്ഥിച്ചു. ഈ പ്രതികൾക്ക്, ഈ ഗുണ്ടകൾക്ക് മെമ്പർഷിപ്പ് നൽകിയത് CPIയിൽ സാധാരണഗതിയിൽ വരുന്ന ആളുകളെ മെമ്പർഷിപ്പ് കൊടുത്ത് സ്വീകരിക്കുന്നത് പോലെയല്ല സ്വീകരിക്കാൻ വന്നത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട കാനൻ രാജേന്ദ്രനാണ്. ആ കാനൻ രാജേന്ദ്രൻ മെമ്പർഷിപ്പ് കൊടുത്ത് ഇവരെ എഴുന്നള്ളിച്ച് മണ്ണാർക്കാട് അങ്ങാടിയിലൂടെ ഘോഷയാത്രയായി കൊണ്ടുപോയി. ആ കൊണ്ടുപോയത് മണ്ണാർക്കാട് ഒരു ചർച്ചയായപ്പോൾ പ്രിയപ്പെട്ട കാനൻ രാജേന്ദ്രൻ പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്ന ആളുകളുടെ ജാതകം ഞങ്ങൾ നോക്കാറില്ല എന്നാണ്. ഇത് മണ്ണാർക്കാട്ടെ ജനങ്ങൾക്ക്, ഇത് കേട്ട ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ കൊലപാതകം രാഷ്ട്രീയമല്ല, തികച്ചും വ്യക്തിപരമാണ്, കുടുംബപരമാണ് എന്ന് പറഞ്ഞാൽ അതൊരു കാരണവശാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ ഇതിൻ്റെ പിന്നിലുണ്ട്. അതിലേറ്റവും വലിയ തെളിവ് 2016 അവസാനത്തിലാണ് ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേക്കേറുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേക്കേറിയതിന് ശേഷം 4 സംഭവം മണ്ണാർക്കാട് നടക്കുകയാണ്. ആ 4 സംഭവത്തിലെ ഒരു സംഭവം ഈ മരണപ്പെട്ട സഫീറിനെ തന്നെ കല്ലുകൊണ്ട് കുത്തി ആക്രമിക്കുന്നൊരവസ്ഥയുണ്ടായി. നമ്പർ 1. നമ്പർ 2, ഈ സഫീറിൻ്റെ വീട്ടിൽ നിർത്തിയിരുന്ന കാറിൻ്റെ അടിയിൽ ബോംബ് വെച്ച് തകർക്കാനുള്ള ശ്രമമുണ്ടായി. അത്ഭുതകരമായിട്ടാണ് ആ കുടുംബം രക്ഷപ്പെട്ടത്. 3ാമത്തെ സംഭവം, ഈ സഫീറിൻ്റെ പിതാവ് മണ്ണാർക്കാട് മുനിസിപ്പൽ കൗൺസിലർ ഒരു മരണ വീട്ടിലേക്ക് കുടുംബവുമായി പോവുകയാണ്.
തൻ്റെ ഭാര്യയും മക്കളുമായി പോകുന്ന മണ്ണാർക്കാട് മുനിസിപ്പൽ കൗൺസിലറെ വഴിയിൽ തടഞ്ഞു നിർത്തി കൊലവിളി നടത്തുകയാണ്. അത്ഭുതകരമായിട്ടാണ് ആ കൊലയാളി സംഘത്തിൽ നിന്ന് പ്രിയപ്പെട്ട സഫീറിൻ്റെ പിതാവ് രക്ഷപ്പെട്ടത്. നാലാമത്തെ സംഭവം, മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്തായ സമയത്ത് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട റഫീഖ്, ആ റഫീഖിനെ കൊല്ലാനുള്ള ശ്രമം ഈ ഭാഗത്തു നിന്നുണ്ടായി. ഈ 4 സംഭവം നടന്നത് പ്രിയപ്പെട്ട സുരേഷ് രാജ് നിഷേധിക്കില്ല, ഞങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് അറിയാം. ഈ 4 സംഭവം ഇവർ CPIയിൽ ചേർന്നതിന് ശേഷമുണ്ടായ സംഭവങ്ങളാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അക്രമവുമായി ബന്ധമില്ല, അക്രമത്തെ ഞങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല, ഞങ്ങളുടെ നയം അതല്ല എന്ന് CPI പറയുമ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് നിങ്ങൾ അവതാരകൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് CPI ശ്രീ ചേലാട്ട് അച്യുതമേനോൻ നയിച്ച പാർട്ടിയാണ്, പ്രിയപ്പെട്ട MN ഗോവിന്ദൻ നായർ നയിച്ച പാർട്ടിയാണ്, പ്രിയപ്പെട്ട PKV നയിച്ച പാർട്ടിയാണ്, ഒരുപാട് താത്വിക ആചാര്യന്മാർ നയിച്ച ഒരു പാർട്ടിയാണ് CPI എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ആ നയത്തിൽ നിന്ന് പരിപൂർണമായ ഒരു വ്യതിയാനമാണ് മണ്ണാർക്കാട് സംഭവത്തിലൂടെ ഞങ്ങൾക്ക് നോക്കിക്കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിൻ്റെ പിന്നിൽ തികച്ചും രാഷ്ട്രീയമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുണ്ട്. ശരി മരക്കാരെ, താങ്കളിലേക്ക് തിരിച്ചു വരാം. സുരേഷ് രാജ്, ഞാനിപ്പോൾ താങ്കളൊരു ദൃശ്യം കാണിക്കാം. കഴിഞ്ഞ 2016 ഒക്ടോബർ 5-ാം തീയതി മണ്ണാർക്കാട് നടന്നൊരു പരിപാടിയാണ്. അതിൽ കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിയാണ് പങ്കെടുക്കുന്നത്. താങ്കൾ സ്ക്രീനിൽ നോക്കിയാൽ കാണാം, താങ്കൾ കാനത്തിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. ഈ സ്വീകരണം നൽകപ്പെടുന്ന ആളുകൾ ആരാണ്? ഇത് ആരോപിക്കപ്പെടുന്നത് ഈ സ്വീകരണത്തിൻ്റെ ദൃശ്യം, ജാഥയുടെ ദൃശ്യം, ഈ ജാഥ ആർക്ക് വേണ്ടി സംഘടിപ്പിച്ചതാണ്? ഇത് മണ്ണാർക്കാട്ട് നിലനിന്ന 2 ഗ്യാങ്ങുകളിൽ പ്രവർത്തിക്കുന്ന ഗുണ്ടകൾ, അതിലൊരു ഗ്യാങ്ങിന് CPIയുടെ പിന്തുണ ലഭിച്ചപ്പോൾ അവർക്ക് CPI കൊടുത്ത സ്വീകരണമാണ് എന്നാണ് UDF ആരോപിക്കുന്നത്. ഇതിൽ വസ്തുതയുണ്ട്? കാണിക്കൂ ദൃശ്യം കാണിക്കൂ. സുരേഷ് രാജ്, താങ്കൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. ഈ ദൃശ്യം ഓർമ്മയുണ്ടാവുമെന്നും കരുതുന്നു. അറിയാം, ഈ ദൃശ്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സുരേഷ് രാജ് പറയൂ. ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ചില ആളുകൾക്ക് സ്വീകരണം കൊടുക്കുമ്പോൾ പേരെടുത്ത് അവിടെ ചില ആളുകൾക്ക് സ്വീകരണം കൊടുക്കുമ്പോൾ പേരെടുത്ത് വായിച്ചിട്ടാണ് സ്വീകരണം കൊടുക്കുന്നത്. ആ പേരെടുത്ത് വായിക്കുന്നതിൽ ദയവ് ചെയ്ത് നിങ്ങൾ വീണ്ടും കാണിക്കണം, ഈ കേസിൽ പ്രതിയായിട്ടുള്ള, ഇപ്പോൾ കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള ഈ 5 പേരുടെ പേര് അവിടെ വായിക്കുന്നുണ്ടോ, അവരാ ദൃശ്യത്തിലുണ്ടോ എന്നുകൂടി കാണിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഞാൻ 100% പറയുന്നു, ബഷീർ, അജീഷ്, റാഷിദ്, ഷാർജിൻ, സുബ്ഹാൻ, ഇവർക്ക് അന്ന് സ്വീകരണം ഞങ്ങൾ കൊടുത്തിട്ടില്ല. അവിടെ സ്വീകരണം കൊടുത്തത് മുസ്ലിം ലീഗിൽ നിന്നും മറ്റിതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് വന്ന കരീമും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു ചില സുഹൃത്തുക്കൾക്കുമാണ്. നിങ്ങൾ അവിടെ നടത്തിയ ഒരു ദൃശ്യം കാണിച്ച് ഇവരെല്ലാം കൊലപാതകികളാണ്, ഇവരെല്ലാം അങ്ങനെ ഞാൻ ആരോപിച്ചില്ല സുരേഷ് രാജ്, അങ്ങനെ ആരോപിച്ചില്ല. പക്ഷേ UDF ആരോപിക്കുന്നത് ഈ സ്വീകരണ യോഗത്തിന് ശേഷമാണ് ഈ പറയുന്ന ഗ്യാങ്ങുകൾ CPIയിലേക്ക് എത്തിയതെന്നാണ്. ഞാൻ നിങ്ങൾ ഈ ദൃശ്യം കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ദൃശ്യത്തിൽ എവിടെയെങ്കിലും കാനൻ രാജേന്ദ്രൻ ഈ ഇന്നത്തെ കേസിലെ പ്രതികളായിട്ടുള്ള ഈ 5 പേർക്ക് മാലയിട്ട് സ്വീകരിക്കുന്ന ദൃശ്യം നിങ്ങളുടെ കൈവശമുണ്ടോ? ഇല്ല എന്ന് ഞാൻ പറയും. റൈറ്റ് സുരേഷ്, താങ്കളിലേക്ക് മരക്കാർ, ഈ പരിപാടി താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. എന്തായിരുന്നു ഈ പരിപാടിയുടെ ലക്ഷ്യം? ഉണ്ട്, ശരിക്കുണ്ട്. 2016 ശേഷം മണ്ണാർക്കാട് ടൗണിൽ, മണ്ണാർക്കാട് നമ്മുടെ ഈ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളുണ്ടല്ലോ, 2016 ശേഷം മണ്ണാർക്കാട് നടന്ന CPIയുടെ പരിപാടിയിൽ, ഇപ്പോൾ അവസാനം നടന്ന ജില്ലാ സമ്മേളനത്തിൽ, ആ ജില്ലാ സമ്മേളനത്തിൻ്റെ നടത്തിപ്പുകാരാരാണ്? അതിൻ്റെ മുന്നിൽ ആരായിരുന്നു? എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ട സുരേഷ് രാജിന് നിഷേധിക്കാൻ കഴിയില്ല. 2016 ശേഷം മണ്ണാർക്കാട് CPI നടത്തിയ എല്ലാ പരിപാടികളിലും മുന്നിൽ നിന്ന് നയിക്കുന്നത് ഇവരാണ്. ഇവരെ CPI പെട്ടെന്ന് ഇവർക്ക് CPIക്ക് ഇവരെ തള്ളിക്കളയാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഈ കൊലപാതകം നടക്കുമ്പോൾ, ഈ കൊലപാതകം നടക്കുന്നതിൻ്റെ മുമ്പ് CPIയുടെ ഓഫീസിൽ വെച്ച് ഒരു യോഗം ചേരുകയാണ്. ആ യോഗം ചേർന്നതിന് ശേഷം അങ്ങാടിയിൽ അട്ടപ്പാടിയിലെ മധുവിൻ്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് എന്ന പേരിൽ ജാഥ നടക്കുകയാണ്. ആ ജാഥ നടത്തിയതിന് മിനിറ്റുകൾ കഴിയുമ്പോഴാണ് പ്രിയപ്പെട്ട സഫീർ കൊല്ലപ്പെടുന്നത്.
അവർ ജനങ്ങളുടെ നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് സഫീർ കൊല്ലപ്പെടുന്നത്. ആ സഫീർ കൊല്ലപ്പെടുന്നതിന് പോലീസ് പിടിക്കപ്പെട്ട കത്തി ഉണ്ടല്ലോ, ആ കത്തി വിദേശ നിർമ്മിത കത്തിയാണ്. എങ്ങനെയാണ് ആ കത്തി വ്യക്തമായിട്ടും അന്വേഷിക്കട്ടെ. പ്രിയപ്പെട്ട സുരേഷ് രാജ് പറയുന്നുണ്ടല്ലോ. സാഹിബ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളെ ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരാളാണ്. വസ്തുതകൾ മനസ്സിലാക്കി പറയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഞാൻ പരിപൂർണമായി ഈ കൊലപാതകത്തെ അപലപിച്ചു കഴിഞ്ഞു. CPI അപലപിച്ചു കഴിഞ്ഞു. ഈ പ്രതികളെ സംരക്ഷിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം സാധാരണ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരോ പ്രവർത്തകരോ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കയറാറുണ്ട്, SPയെ വിളിക്കാറുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെടാറുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിയമസഹായം, ഏതെങ്കിലും തരത്തിൽ ജാമ്യമെടുക്കാനുള്ള പരിപാടി ഈ കഴിഞ്ഞ 4-5 ദിവസമായി CPIയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സമീപനം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ എന്താണ് അത് പരിശോധിക്കാത്തത്? ശരി സുരേഷ്, ഞാൻ മടങ്ങി വരാം. ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ CPIയുടെ ചരിത്രത്തിൽ, CPIയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു ആരോപണം. ഗുണ്ടാ സംഘങ്ങൾക്ക് CPI പിന്തുണ നൽകുന്നു, CPI ഓഫീസിൽ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നു എന്നുള്ള ആരോപണം നേരിടേണ്ടി വരുന്നത്. അത് പാർട്ടി നേതൃത്വം നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും അത്തരമൊരു ആരോപണം ആദ്യമായിട്ടാകാം CPIയുടെ ചരിത്രത്തിൽ ഉണ്ടാകുന്നത്. ഇത് കോൺഗ്രസിനെ പോലൊരു പാർട്ടി വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ CPI ഇത് ചെയ്യുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? ഇത് ഈ ഒരു ഉത്തമ ബോധ്യത്തിലായിരിക്കുമോ KPC അധ്യക്ഷൻ്റെ ആരോപണം? അല്ല, CPIയെ പോലുള്ള പാർട്ടി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത്, ഞാൻ പുനലൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് വരുന്നയാളാണ്. അവിടുത്തെ CPIയുടെ പൂർവ്വകാല നേതാക്കന്മാർ പലപ്പോഴും ഇത്തരത്തിൽ കുറുവടിയുമായി പൊതുസമൂഹത്തിൽ ഇറങ്ങി തെരുവിൽ നേരിടുന്ന ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പുറം ലോകം അറിയാതെ പോയത് അന്ന് ഈ CPIയുടെ തലപ്പത്തുണ്ടായിരുന്ന പ്രമുഖരായ നേതാക്കളുടെ വ്യക്തിത്വത്തിൻ്റെ ആ ശോഭയിൽ ഇതൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയായിരുന്നു. ഇപ്പോൾ ഇത് കുറച്ചുകൂടി വ്യക്തമായി, വളരെ പ്രകടമായി പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ ഇവിടെ പാലക്കാട് നടന്ന സംഭവം, മണ്ണാർക്കാട് നടന്ന സംഭവത്തെ സംബന്ധിച്ച് അവിടെ രണ്ടുപേരും പിന്നെ CPIയുടെ ജില്ലാ നേതാവും അതുപോലെ തന്നെ ലീഗിൻ്റെ നേതാവും പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ CPIയിലേക്ക് ഈ പ്രവർത്തകർ വന്നതുമായി ബന്ധപ്പെട്ട് CPMുമായി തന്നെ അവർ തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ട്. മണ്ണാർക്കാട് സ്വദേശി കൂടിയായ ഷൊർണൂർ MLAയും CPIയുടെ നേതൃത്വവുമായി ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വാക്പോരുകൾ നടന്നിട്ടുണ്ട്, പല വാഗ്വാദങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ പത്രത്തിൽ വന്നിട്ടുള്ളതാണ്. അത് ഈ പ്രവർത്തകരെ സംബന്ധിച്ചാണ്. അപ്പോൾ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ മണ്ണാർക്കാട് CPI ആണോ CPM ആണോ മെച്ചം എന്ന കാര്യത്തിൽ അവിടെ ഒരു തർക്കം നേരത്തെ നിലനിന്നിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് വളരെ പകൽ പോലെ വ്യക്തമാണ്. നമ്മളാരും പറഞ്ഞിട്ടില്ല, UDFും വരാരും പറയേണ്ട, ഘടകകക്ഷികളും പറയേണ്ട കാര്യമില്ല. അത് CPMും CPIയും തമ്മിൽ അവിടെ നടന്നിട്ടുള്ള പ്രാദേശികമായി വന്നിട്ടുള്ള നേതാക്കന്മാർ തമ്മിൽ നടന്നിട്ടുള്ള വാഗ്വാദവുമായി ബന്ധപ്പെട്ട് തുടർന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ അവിടെ പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കടന്നു വരുന്നവരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും നോക്കാറില്ല, ഭൂതകാലവും നോക്കാറില്ല എന്നൊക്കെ പ്രഖ്യാപിക്കേണ്ടി വന്ന സാഹചര്യം കോൺഗ്രസുമായി എതിർത്തിട്ടല്ലോ, CPMുമായി ഉണ്ടായ തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ മൈന്യൂട്ട് കാര്യങ്ങളിലേക്ക് അവിടെ കടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പുനലൂരിൽ ഞാൻ കൂടി പ്രതിദാനം ചെയ്യുന്ന നിയോജകമണ്ഡലമാണ് പുനലൂർ. ഞാൻ അവിടുത്തെ വോട്ടറാണ്. ആ പുനലൂർ നിയോജക മണ്ഡലത്തിൽ താമസക്കാരനായ സുഗതൻ എന്നയാൾ 40-40 വർഷം ഗൾഫിൽ കഴിഞ്ഞതിന് ശേഷം മടങ്ങി വന്ന് അദ്ദേഹം ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത പത്തനാപുരം നിയോജകമണ്ഡലത്തിൽപ്പെട്ട വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ ഒരു സ്ഥലത്ത് ഒരു ഷെഡ് കെട്ടി. അദ്ദേഹത്തിന് ഷെഡ് കെട്ടാൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടെ കൂടി സ്ഥാപിച്ചു AIYFൻ്റേത്. ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം അവിടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അദ്ദേഹം ആ ഷെഡിൽ തന്നെ കെട്ടിത്തൂങ്ങി മരിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് അവിടുത്തെ AIYFൻ്റെ നേതാക്കന്മാർ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ AIYFൻ്റെ മണ്ഡലം ഭാരവാഹി ഉൾപ്പെടെയുള്ളവർ ഇന്നിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു, ചിലർ കീഴടങ്ങിയിരിക്കുന്നു. അപ്പോൾ അവിടെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ഈ മണ്ണാർക്കാട് നടന്നതുപോലെ തന്നെ CPIയുടെ ഭാഗത്തു നിന്ന് അക്രമവും അതുപോലെ തന്നെ പിടിച്ചുപറി, അതായത് ഈ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ ഈ ഒരു വിദേശ മലയാളിയെ അല്ലെങ്കിൽ ഒരു പ്രവാസിയെ ഇവിടെ വന്ന് അദ്ദേഹം ജീവിക്കുവാൻ വേണ്ടി, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഇവിടെ വന്നതിന് ശേഷം ഒന്ന് ജീവിക്കാൻ വേണ്ടി ഒരു ഷെഡ് പണിഞ്ഞ് അതിനകത്തൊരു വർക്ക്ഷോപ്പ് നടത്താനാണ്. ഇപ്പോൾ പറയുന്നത് അത് ഗ്രീൻ ബെൽറ്റിൽപ്പെട്ട സ്ഥലമാണ്. ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് ഈ CPIയുടെ നേതാക്കന്മാരെ മുഴുവൻ. നാളെ നമുക്കവിടെ പോയി നോക്കാം, പരസ്യമായി നോക്കാം. ഈ പറയുന്ന കോമ്പൗണ്ട് 2008 എത്രയോ വർഷം മുമ്പ് നികത്തിയിട്ടിരിക്കുന്ന ഭൂമിയാണത്. അതിപ്പോൾ അക്ഷരാർത്ഥത്തിൽ കരഭൂമിയാണ്. അവിടെ നിൽക്കുന്ന മഹാഗണി മരത്തിൻ്റെ ചുവട് വണ്ണം തന്നെ 30 ഇഞ്ചിലധികമുണ്ട്. അവിടെ നിൽക്കുന്ന നിരവധി മരങ്ങൾ, അതൊക്കെ അതിന് ചുറ്റുവണ്ണം നോക്കിയാൽ എത്ര വർഷം മുമ്പ് അവിടെ വെച്ച് പിടിപ്പിച്ചാണെന്ന് മനസ്സിലാവും. അത് കരഭൂമിയാണ്. ഈ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നത് 1.5 മീറ്റർ, അതായത് മിനിമം വിടേണ്ട വിട്ടിട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഓഡിറ്റോറിയമാണ്, എബനസീർ ഓഡിറ്റോറിയം. ആ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ 3-4 വർഷമായി മിക്കവാറും ഒക്കെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ഒരാളാണ് ഞാൻ. അതിന് തൊട്ടപ്പുറത്ത് വീട് വെച്ചിട്ടുണ്ട്. അതിന് ഇതേ
പ്ലോട്ടിൽ, അതായത് ഇതേ സർവേ നമ്പറിലെ ഇതേ ബ്ലോക്കിൽ പെടുന്ന സ്ഥലത്ത് തന്നെ തൊട്ടപ്പുറത്ത് ഒരു വ്യവസായ സ്ഥാപനമുണ്ട്, നിരവധി വർക്ക്ഷോപ്പുകളുണ്ട്. അപ്പോൾ ഇയാൾക്ക് മാത്രം വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു തർക്കമുണ്ടായത്. അവിടുത്തെ പ്രാദേശിക പ്രശ്നം ഇതുപോലെ തന്നെ CPM ഉം CPI തമ്മിലുള്ള തർക്കമാണ്. പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ഉം CPI യും ചേർന്നാണ്. 10 അംഗങ്ങൾ CPM-നുണ്ട്, 5 അംഗങ്ങൾ CPI-ക്കുണ്ട്. അവിടെയും പ്രശ്നം ഇത് തന്നെയാണ്. വേറൊരു സ്ഥലം നികത്തിയപ്പോൾ CPM എതിർത്തു, CPI കൊടുക്കാൻ തയ്യാറായി. ഇവിടെ ഇപ്പോൾ CPM കൊടുക്കാൻ തയ്യാറായി, CPI എതിർത്തു. അതിൻ്റെ പേരിൽ സാമ്പത്തികം ചോദിച്ചു. എവിടെ നിന്ന് 40 വർഷം കഷ്ടപ്പെട്ടിട്ട് വന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളും ചേർന്ന് ഇത്തരത്തിൽ അതിനകത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഒരു വർക്ക്ഷോപ്പ് തുടങ്ങാൻ നടപടിയെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ CPIയുടെ പല ഓഫീസുകളിൽ നിന്ന്, പുനലൂർ ഓഫീസിൽ നിന്ന് ആദ്യം കുന്നിക്കോട് ഓഫീസിലേക്ക് അയക്കും, കുന്നിക്കോട് ഓഫീസിൽ നിന്ന് എളമ്പൽ ഓഫീസിലേക്ക് അയക്കും. എന്നിട്ട് പറയും ഞങ്ങൾ കമ്മിറ്റി കൂടി തീരുമാനിക്കാം, ഞങ്ങൾ പറയാം. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം സാമ്പത്തിക നഷ്ടവും മാനനഷ്ടവും ധനനഷ്ടവും എല്ലാം ഉണ്ടായി. അദ്ദേഹം ആ ഷെഡിൽ തന്നെ തൂങ്ങി മരിച്ചു. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 4 പാർട്ടീഷൻ ചെയ്ത ഒരു ഷെഡാണ്. ഒരു ഷെഡിന് 4 തൂണുകളാണ്. ആ 4 തൂണുകളുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലെല്ലാം അദ്ദേഹം വീണ്ടും ഓരോ കയർ കെട്ടി തൂക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ പറഞ്ഞത്, എൻ്റെ അമ്മയ്ക്കും ഞങ്ങൾ 2 സഹോദരന്മാർക്കും കൂടിയാണ് അദ്ദേഹം പ്രതീകാത്മകമായി അത്തരത്തിൽ കയർ കെട്ടി തൂക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഒരു കുടുംബത്തിനെ 40 വർഷം വിദേശത്ത് പണിയെടുത്തിട്ട് നാട്ടിൽ വന്ന് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങി കുടുംബങ്ങളോടൊപ്പം കഴിയാൻ ശ്രമിച്ച ഒരു കുടുംബത്തെയാണ് ഈ AIYFR ഇത്തരത്തിൽ അതിക്രമിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടത്. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് CPM-ന്റെ കൂടെ നിൽക്കാൻ, ആ മുന്നണിയിൽ നിൽക്കാൻ യോഗ്യത തന്നെയാണ് CPI-യും. എല്ലാ അർത്ഥത്തിലും CPM-ന്റെ ഇത്തരത്തിലുള്ള പങ്ക് CPI-യുടെ കേരള രാഷ്ട്രീയത്തിലെ പ്രസക്തി എന്ന് പറയുന്ന ചില കാര്യങ്ങൾ മുമ്പ് ഇവിടെ പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് ഒരു മാന്യത അവർ എപ്പോഴും പുലർത്തിയിരുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്ന് അവരുടെ മുതിർന്ന നേതാക്കൾ എല്ലാ കാലത്തും സുരക്ഷിതരായിരുന്നു. താഴെത്തട്ടിൽ ചില്ലറ എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ പോലും പൊതുസമൂഹം CPIക്ക് ഒരു മാപ്പ് നൽകിയിരുന്നു. അത് അവർ പുലർത്തിയൊരു വിശ്വാസ്യതയുടെ ഭാഗമാണ്. പുതിയ കാലത്ത് ഈ CPI അവരുടെ നിലപാട് മാറ്റുന്നു എന്ന ഒരു തോന്നൽ സൃഷ്ടിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ 2 സംഭവങ്ങൾ, പ്രത്യേകിച്ചും മണ്ണാർക്കാട് സംഭവം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു. പുനലൂർ സംഭവത്തിൽ എനിക്ക് വ്യക്തിപരമായി കുറച്ച് അറിവുള്ള ഒരാളാണ്. കാരണം ഈ സുഗതനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി എനിക്ക് വ്യക്തിപരമായി പരിചയമുണ്ട്. എൻ്റെ ചില സുഹൃത്തുക്കളും ഞങ്ങളുടെ ആം ആദ്മി പാർട്ടിയുടെ ചില സുഹൃത്തുക്കളുമൊക്കെയായി അവരുടെ കുടുംബ ബന്ധങ്ങളുണ്ട്. ഞാനത് അന്വേഷിച്ചതാണ്. മണ്ണാർക്കാട്ടെ വിഷയം എനിക്ക് പത്രങ്ങളിൽ നിന്നുള്ള അറിവുള്ളൂ. ഇപ്പോൾ 2 പേര് ഇവിടെ പറഞ്ഞു. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് സുരേഷ് രാജ്. ഞങ്ങൾ ഒരുപാട് സമരങ്ങളിൽ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയാണ് CPI. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പാരമ്പര്യമുണ്ട്. പല സമരങ്ങളിലും ജനങ്ങൾക്കൊപ്പം അവർ നിന്നിട്ടുണ്ട്. CPM-ഉം CPI-യും തമ്മിൽ പലപ്പോഴും തർക്കമുണ്ടായിട്ടുള്ളത് അങ്ങനെയുള്ള വിഷയങ്ങളിലുമാണ്. അതുകൊണ്ടാണ് CPI-യോട് ജനങ്ങൾക്ക് ഒരു സോഫ്റ്റ് കോർണർ ഉള്ളത്. പക്ഷേ ഇപ്പോൾ ഒരുപക്ഷെ CPI-യുടെ അഖിലേന്ത്യാ നേതാക്കൾ അറിഞ്ഞിട്ടാണോ, സ്റ്റേറ്റ് നേതാക്കൾ അറിഞ്ഞിട്ടാണോ, ജില്ലാ നേതാക്കൾ അറിഞ്ഞിട്ടാണോ എന്നറിയില്ല, ഈ 2 സംഭവത്തിലും പൂർണ്ണമായും സാധാരണ രാഷ്ട്രീയ നേതാക്കൾ പറയുന്ന പോലെ ഞങ്ങൾ അറിഞ്ഞേയില്ല, ഞങ്ങൾ അപലപിക്കുന്നു എന്ന് പറഞ്ഞൊഴിയാൻ CPIക്ക് കഴിയാത്തൊരു പ്രശ്നമുണ്ട്. അതവർ ക്ലിയർ ചെയ്യണം. അതെങ്ങനെ അവർ നേരിടുന്നു എന്നുള്ളതാണ് ഇനി വരുന്നത്. ഇപ്പോൾ സുരേഷ് രാജ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഈ കേസിലെ പ്രതികളെ ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല, അവരുടെ കേസിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. സാധാരണ രീതിക്ക് നമ്മുടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മൾ കാണുന്നത് ഇതൊക്കെ പറയുമെങ്കിലും അവസാനം ജയിലിൽ പോയി അവരെ കാണും. ഇപ്പോൾ കൊടി സുനിയെയും കിർമാണി മനോജിനെയും ജയിലിൽ പോയി കണ്ടതാരാന്നൊക്കെ നമുക്കറിയാം. ജയിലിൽ പോയി കാണും, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും, കേസിന് വക്കീലിനെ കൊടുക്കും, അവർക്ക് പണം പിരിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെ രാഷ്ട്രീയ കക്ഷികൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല അവർക്ക് പരോള് കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരം നിരവധി കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഈ പുനലൂരെ കാര്യത്തിൽ തീർച്ചയായും AIYFന്റെ ഉത്തരവാദപ്പെട്ട ചില യുവാക്കൾ അതിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ വ്യക്തിപരമായൊരു കാര്യമല്ല, അത് തിരുത്തണം. ഞാൻ പറഞ്ഞത് സുരേഷ് രാജ് വന്നിരുന്ന് ഞങ്ങൾക്ക് ബന്ധമില്ല എന്നല്ല പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം എന്ത് പറയണമെന്ന് ഞാൻ പറയാൻ പാടില്ല, പക്ഷേ എൻ്റെ ഒരു സുഹൃത്തായതുകൊണ്ട് ഞാൻ പറയുകയാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ CPIക്ക് ഇക്കാര്യത്തിൽ ബന്ധമുണ്ടായിട്ടുണ്ടെങ്കിൽ, AIYFന്റെ പ്രവർത്തകൻ അദ്ദേഹം ബാഡ്ജ് ഇട്ട് നിൽക്കുന്ന പടമാണ് കണ്ടത്. പല പ്രാവശ്യം CPI ഓഫീസിൽ ഇവർക്ക് പോകേണ്ടി വന്ന കാര്യവും ഈ കുടുംബം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന പൊതു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് മാത്രം കഴുകിക്കളയാവുന്ന ഒരു തെറ്റല്ല. കാരണം കേരളം ഇന്ന് വളരെ ഗൗരവതരമായൊരു പ്രതിസന്ധിയെ നേരിടുകയാണ്. അത് രാഷ്ട്രീയത്തിലെ മൂല്യച്യുതി, ഗുണ്ടാ മാഫിയ പ്രവർത്തനം, ഈ പറഞ്ഞതുപോലെ വയലൻസ്, രാഷ്ട്രീയത്തിലെ വയലൻസ്, ഇതിൻ്റെയൊക്കെ ഭാഗമായ അഴിമതി, വലിയ തോതിൽ ഇവിടുത്തെ പ്രമുഖ പാർട്ടികൾ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. ചെറിയ തോതിലൊന്നുമല്ല.
അതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾക്ക് വ്യത്യസ്തതയുണ്ട് എന്ന് CPI തെളിയിക്കണമെങ്കിൽ അവർ പറയുന്ന ഡയലോഗ് പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഇത് ഇപ്പോൾ AYFൻ്റെ പ്രവർത്തകർ അവരാണെങ്കിൽ അവർ AYFൽ ഉണ്ടാവില്ല, ഉണ്ടാവാൻ പാടില്ല. ആ കേസിൽ ഇപ്പോൾ എനിക്കിന്ന് മനസ്സിലായത്, കുറച്ച് മുമ്പ് കൊല്ലം ജില്ലയിലെ AYFൻ്റെ നേതാക്കൾ നടത്തിയ പത്രസമ്മേളനത്തിൽ CPIക്കാർ ഞങ്ങളെ കുരുക്കുന്നു എന്നാണ്. CPM തർക്കമായി നമ്മളിതിനെ മാറ്റിയാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. ഇതുതന്നെയാണ് എല്ലാ സ്ഥലത്തും നടക്കുന്നത്. BJP CPM തർക്കം, കോൺഗ്രസ് CPM തർക്കം, ലീഗ് CPM തർക്കം. ഈ തർക്കത്തിൽ യുവാക്കൾ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, ആ കുടുംബം, നേരത്തെ ജ്യോതികുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, അത്രയ്ക്കും ബുദ്ധിമുട്ടി ഇവിടെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടി വന്നിട്ടുള്ള ഒരു കുടുംബമാണ്. അവരുടെ ആകെ കുറച്ച് പൈസയേ ഉള്ളൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത് പാഠമല്ല എന്ന്, ഞാൻ പാഠം സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. അവിടെ അതിൻ്റെ തൊട്ടടുത്ത് നേരത്തെ ജ്യോതികുമാർ പറഞ്ഞ പോലെ വലിയ ഹോളുണ്ട്, വലിയ വീടുകൾ പണിതിട്ടുണ്ട്. അത് പാഠമാണെന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല, അതേ സർവേ നമ്പർ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ളത്, CPI ഞങ്ങൾ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ പരമ്പരാഗതമായി ഇത്തരം കൊലപാതകങ്ങളിൽ ഏർപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന ഡയലോഗിനപ്പുറത്തേക്ക് അവരുടെ ആത്മാർത്ഥത തെളിയിക്കാൻ അവർക്ക് ശരി ഞാൻ മടങ്ങി സുരേഷ് രാജ്, അത് തന്നെയാണ് കാരണം. മണ്ണാർക്കാട്ട് നിന്ന് ഏതാനും കിലോമീറ്റർ അപ്പുറത്ത് മലപ്പുറത്ത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം തുടങ്ങാൻ പോവുകയാണ് നാളെ. ഈ ആരോപണം ഉയർന്ന പുനലൂർ നിലനിൽക്കുന്ന കൊല്ലം ജില്ലയിൽ പാർട്ടിയുടെ 23ാം പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് CPI വിചാരണ ചെയ്യപ്പെടുന്നത്. സാധാരണ പാർട്ടികൾ പറഞ്ഞൊഴിയുന്ന ന്യായീകരണങ്ങൾ ഇവിടെ ഫലപ്രദമാവുകയില്ല എന്ന് താങ്കൾക്കും മനസ്സിലാവും. അത്തരത്തിലുള്ള ന്യായീകരണങ്ങളെക്കാൾ ഒരു ആത്മപരിശോധനയ്ക്ക് CPI തയ്യാറാവേണ്ടതല്ലേ? ഞാൻ CR നീലകണ്ഠൻ പറഞ്ഞ അഭിപ്രായത്തെ സ്വാഗതം ചെയ്യുകയാണ്. വാക്കും പ്രവൃത്തിയും ഒന്നാകണം, അതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉള്ളടക്കം. വെറുതെ വാചാലമായാൽ പോരാ, അപലപിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, പ്രവൃത്തിയിൽ അത് കാണണം. ഞാൻ 100% ഇവിടെ മരക്കാർ മൗലവി സാഹിബ് എൻ്റെ ആത്മസുഹൃത്താണ്. CR നീലകണ്ഠനെ എനിക്ക് നന്നായിട്ടറിയാം. അവരുടെ മുന്നിൽ ഈ ജനങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഇവിടെ മണ്ണാർക്കാട് സംഭവത്തിൽ പ്രതി ചേർക്കപ്പെട്ട ഈ പ്രതികൾക്ക് വേണ്ടി CPI 1 ഇഞ്ച് പോലും അവരെ സഹായിക്കുന്ന സമീപനം സ്വീകരിക്കില്ല. ഈ വാക്ക് വിശ്വസിക്കുമെങ്കിൽ മൗലവിക്ക് എന്നെ അറിയാം, ഈ വാക്ക് വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം ദയവ് ചെയ്ത്. ഈ കൊലപാതകം അപലപനീയമാണ് എന്ന് വാചക കസർത്ത് മാത്രമല്ല, ഇപ്പോൾ പോലീസ് പിടിക്കപ്പെട്ടിട്ടുള്ള ഈ 5 പ്രതികൾ അവർ മാതൃകാപരമായി ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ സഹായവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുണ്ടാകും. അവരെ രക്ഷിക്കുന്ന ഒരു സമീപനവും ഞങ്ങൾ സ്വീകരിക്കില്ല. ഞാൻ അതാണ് പറഞ്ഞത്, ഈ 4 ദിവസത്തിനിടയ്ക്ക് CPIയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തകനാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ ആ പ്രതികളെ കാണാനോ പോലീസ് സ്റ്റേഷനിൽ പോകാനോ ഒരു ജാമ്യ ഹർജി കൊടുക്കാനോ SP കണ്ട് സംസാരിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. ഇവിടെ മുസ്ലിം ലീഗ് ഹർത്താൽ ദിനത്തിൽ നടത്തിയ ഏറ്റവും ജനവിരുദ്ധമായിട്ടുള്ള നടപടികൾ അത് തെറ്റാണ് എന്ന് മാത്രമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ കാണണം, വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണം തീർച്ചയായും. അതുകൊണ്ട് ഈ കൊലപാതകത്തിൻ്റെ ഉത്തരവാദികളായി പോലീസ് കണ്ടെത്തിയിട്ടുള്ള ഈ 5 പ്രതികൾ CPIയുമായിട്ട് ഒരു ബന്ധവുമില്ല, അവരെ സഹായിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. അവരെ ശക്തമായി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും അർഹമായി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണം. അതിന് മുസ്ലിം ലീഗിൻ്റെ കൂടെ ആ കുടുംബത്തിൻ്റെ കൂടെ ഞങ്ങളുമുണ്ട് എല്ലാ അർത്ഥത്തിലും എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. റൈറ്റ്. സുരേഷ് രാജ്, ഒരു കാര്യം കൂടി മുമ്പ് ഇവിടെ ജ്യോതികുമാർ ചാമക്കാലം മുമ്പ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് മണ്ണാർക്കാട്ടെങ്കിലും, പാലക്കാട് ജില്ലയിൽ മുഴുവനല്ല, മണ്ണാർക്കാട്ടെങ്കിലും CPMനോട് എതിരിട്ട് നിൽക്കണമെങ്കിൽ CPM പുലർത്തുന്നു എന്ന് മറ്റുള്ളവർ ആരോപിക്കുന്ന ആ ശൈലി CPI കടം കൊള്ളുകയാണ്. അത്തരമൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടില്ല? അതല്ലേ യഥാർത്ഥത്തിൽ ഇത്തരം ആരോപണങ്ങൾ ഉയരാനുള്ള ഒരു കാരണം? അല്ല, ഞാൻ CPMനെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ അവിടെ നടന്നൊരു കൊലപാതകം, അതുമായി ബന്ധപ്പെട്ട വിഷയം, അതിൽ CPIയുടെ നിലപാട്, അത് പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. CPMുമായിട്ട് തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്കുണ്ട്, പക്ഷെ അത് ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. റൈറ്റ്. ശ്രീ മരക്കാർ, ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെട്ട ഒരു കാര്യം, CPI പ്രതികളെ ആരെയും സംരക്ഷിക്കുന്നില്ല, അവർക്ക് ജാമ്യം എടുക്കാൻ പോകുന്നില്ല, അവരെ പരോളിലിറക്കുന്നില്ല, അവരെ ജയിലിൽ സന്ദർശിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ താല്പര്യത്തോടെ ഇത്തരം ആരോപണം CPIക്കെതിരെ ഉന്നയിക്കുന്നത് എന്ന ചോദ്യമാണ് സുരേഷ് രാജ് ഉന്നയിക്കുന്നത്. ഇതിൽ എൻ്റെ മാന്യസ്നേഹിതൻ പ്രിയപ്പെട്ട സുരേഷ് രാജിൻ്റെ വാക്കിനെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ ഇതിൽ കൂട്ടി വായിക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. ആ കൂട്ടി വായിക്കേണ്ട പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഗുണ്ടാസംഘം ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞ ഈ മരണത്തിന് മുമ്പുള്ള 4 സംഭവം,
ആ 4 സംഭവങ്ങളിൽ ഈ പ്രതികളെ ആരാ രക്ഷിച്ചത്? ആരാ ഇവർക്ക് സംരക്ഷണം നൽകിയത്? ആരാ ഇവരുടെ കൂടെ നടന്നത്? CPIക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി കഴിയുമോ? ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് പിടിക്കപ്പെട്ടത് വടികളെയാണ്. അല്ല, ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഈ പ്രക്ഷോഭങ്ങളും പരിപാടികളും അവസാനിപ്പിക്കണമെങ്കിൽ ഇത് എവിടെ നിന്നാണോ ഇതിൻ്റെ ഗൂഢാലോചന നടത്തിയത്, ആരാണോ ഇതിൻ്റെ സൂത്രധാരകർ, ആരാണ് ഇതിൻ്റെ ബ്രെയിൻ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം. അത് കൂട്ടി വായിക്കാനാണ് ഞാൻ നേരത്തെ കത്തിയുടെ ഒരു ഉദാഹരണം പറഞ്ഞത്. കത്തി ഫോറിൻ കത്തിയാണ്. എങ്ങനെയാണ് ഫോറിൻ കത്തി ഇവരുടെ കയ്യിൽ കിട്ടിയത്? ആരാ കൊടുത്തത്? ആരാ ഇതിൻ്റെ പിന്നിലുള്ളത്? ഞാൻ സുരേഷ് രാജിനെ ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, എൻ്റെ മാന്യ സ്നേഹിതനാണ്. സുരേഷ് രാജിനെയും സുരേഷ് രാജിൻ്റെ കുടുംബത്തെയും എനിക്കറിയാം. നിങ്ങൾ ഒരു അക്രമകാരികളാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പാർട്ടിക്ക് കളങ്കമുണ്ടാക്കുന്ന തരത്തിലുള്ള നീക്കമാണ് മണ്ണാർക്കാട് ഈ ഗുണ്ടാ സംഘം നടത്തിയത്. ആ ഗുണ്ടാ സംഘത്തെ 3-4 തവണ നിങ്ങൾ സംരക്ഷിച്ചു. ആ സംരക്ഷണം നിങ്ങളിൽ നിന്ന് ഇപ്പോഴും കിട്ടും എന്ന് അവർ മനസ്സിലാക്കുന്നു. പിന്നെ ഞങ്ങൾ ഇപ്പോൾ സംശയിക്കാനും ബലമായി സംശയിക്കാനുമുള്ള കാരണം എന്തായെന്ന് ചോദിച്ചാൽ, ഇവർ വടികളാണ്. ഇതിൻ്റെ പിന്നിലുള്ള സൂത്രധാരകന്മാരെ പിടിക്കപ്പെട്ടിട്ടില്ല. എന്തിനേറെ പ്രിയപ്പെട്ട സുരേഷ് രാജ് ഇപ്പോൾ പറഞ്ഞല്ലോ, പിതാവിനെ സംബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ആ പിതാവ് വാർത്താ സമ്മേളനം നടത്തുന്നത് വരെ ആ പിതാവിൻ്റെ മൊഴിയൊന്നും എടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ആരാണ് ചവിട്ടിയിട്ടുള്ളത്? ആരാ ഇത് ചവിട്ടി പിടിക്കുന്നത്? ജനങ്ങൾക്കറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ CPIയുടെ മുൻകാല ചരിത്രവും ആ ചരിത്രത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇപ്പോൾ നീങ്ങുന്ന നീക്കവും. പിന്നെ ഇതൊരു വീട്ടുകാർ തമ്മിലോ കുടുംബങ്ങൾ തമ്മിലോ മാത്രമുള്ള ഒരു പ്രശ്നം അല്ല. സുരേഷ് രാജിനെ അറിയാമല്ലോ, മാർക്കറ്റ് സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ശരിയാണ്. വിദേശ നിർമ്മിത കത്തിയുടെ കാര്യം പറഞ്ഞല്ലോ, ഈ കത്തി അവരുടെ കയ്യിലെടുത്തു കൊടുത്തതാണെന്ന് തീർച്ചയായും പറയണം. പക്ഷേ ശ്രീ മരക്കാർ, ഒരു കാര്യം, മരക്കാർ, ഇതേ ഗുണ്ടാ സംഘങ്ങളിൽ ഒരു വിഭാഗത്തെ അവിടെ മുസ്ലിം ലീഗും സംരക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന ആരോപണവുമുണ്ട്. പറയുന്നു. അല്ല, ഞാൻ കൃത്യമായിട്ടും പറയാം. മുസ്ലിം ലീഗിൽ ഇവർ ഏത് റോളിലാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് പറയട്ടെ. ഏത് കാലത്താണ് ഞാൻ പറയട്ടെ. ഇവരെ മുസ്ലിം ലീഗിൽ നിന്നിരുന്ന സമയത്ത് CPI ഇവരെ മുന്നിൽ നിർത്തി എഴുന്നള്ളിപ്പിച്ച് ഘോഷയാത്ര നടത്തിയതുപോലെയുള്ള ഒരു പരിപാടി മുസ്ലിം ലീഗ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് രേഖാമൂലം തെളിയിക്കട്ടെ. ഞങ്ങൾക്കൊരു പിക്ചർ കാണിച്ചു തരട്ടെ. ഈ പറയുന്ന സംഘം ഏത് പാർട്ടിയിലേക്കാണ് പോയത്? അതാണ് അറിയേണ്ടത്. ഇവര് മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത് എന്ന് പറയുന്നു. പിന്നെ ഇവർ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മുസ്ലിം ലീഗ് ഇവരെ സ്വീകരിക്കാതെ കൂട്ടുപിടിക്കാതെ മുന്നോട്ട് നീങ്ങിയത് എന്തുകൊണ്ടാണ്? മാർക്സിസ്റ്റ് പാർട്ടി ഇവരെ കൈവിട്ടത് എന്തുകൊണ്ടാണ്? മണ്ണാർക്കാട്ടെ ജനങ്ങൾക്കറിയാം. ഇവരെ താങ്ങി നിർത്താൻ സാമാന്യ മര്യാദയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയില്ല, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ മുസ്ലിം ലീഗിൽ ഇവരേത് സ്ഥാനമാണ് വഹിച്ചിരുന്നത്? ഏത് മെമ്പർഷിപ്പാണ് ഇവരെടുത്തിരുന്നത്? ആരാ ഇവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിരുന്നത്? ഇതേ ചോദ്യമാണ് സുരേഷ് രാജൻ ചോദിക്കുന്നത്. പറയുന്നതിനോട് ഞാൻ പരിപൂർണമായി യോജിക്കുകയാണ്. ഇവിടെ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന ഒരു കാര്യവും ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമില്ല. ഇവരുടെ റോളല്ല CPIയിൽ ഇവരുടെ റോള്. CPI ഇവർക്ക് എന്തോ ഒന്ന് CPIക്ക് വീണ് കിട്ടിയ രൂപത്തിലുള്ള ആഘോഷമാണ് ഇവരെ കിട്ടിയതിന് ശേഷം നടത്തിയത്. ഇപ്പൊ അപലപിക്കുന്നു. മുസ്ലിം ലീഗിന് കുന്തിപ്പുഴ ബ്രാഞ്ചിന്റെ പാർട്ടി മെമ്പർഷിപ്പ് രജിസ്റ്ററാണ് എന്റെ കൈവശം ഇരിക്കുന്നത്. പക്ഷേ ഈ ഗുണ്ടകൾക്ക് രാഷ്ട്രീയ പിന്തുണയുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് സുരേഷ് രാജ്. ശ്രമങ്ങളുടെ പിന്നിൽ CPIയുടെ ഒരു നിമിഷം സുരേഷ് രാജ്, ഈ ഗുണ്ടകൾക്ക് രാഷ്ട്രീയ പിന്തുണയില്ലെങ്കിൽ മണ്ണാർക്കാട് പോലുള്ള ഒരു കൊച്ചു പട്ടണത്തിൽ ഇത്രയും വലിയ ഗ്യാങ് അഴിഞ്ഞാടില്ല സുരേഷ് രാജ്. ഞാൻ പറയട്ടെ ഒന്ന്. ഇവിടെ CPI ഈ പ്രതികളെ സംരക്ഷിക്കുന്ന പ്രശ്നമില്ല എന്ന് ആധികാരികമായി ഞാൻ പറയുമ്പോൾ അത് വിശ്വാസത്തിലെടുക്കണമെന്നാണ് ദയവായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം. ഈ 5 പ്രതികളെ സംരക്ഷിക്കാൻ ഈ കൊലപാതകം നടന്നതിന് ശേഷം CPIയുടെ ഏതെങ്കിലും നേതാക്കന്മാർ ശ്രമിച്ചിട്ടുണ്ടോ? അവരുടെ ഫോൺ കോളുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം.
റൈറ്റ് സുരേഷ്, ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ എ സജീവൻ മാധ്യമപ്രവർത്തകൻ നമ്മളോടൊപ്പം ചെയ്യുന്നു. ശ്രീ സജീവൻ, സുരേഷ്, ഞാൻ മടങ്ങി വരാം. എ സജീവൻ, ഇവിടെ പാലക്കാട്ടും പുനലൂരും രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിൽ ആരോപണ വിധേയരായി CPI മാറിയിരിക്കുകയാണ്. CPIയുടെ സംസ്ഥാന സമ്മേളനം നാളെ മലപ്പുറത്ത് തുടങ്ങുകയാണ്. ഒരു പക്ഷേ CPIയുടെ ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആരോപണം. ഒരിടത്ത് പണപ്പിരിവ് ആരോപിച്ച് ഒരു പ്രവാസി ആത്മഹത്യ ചെയ്യപ്പെട്ടിരിക്കുന്നു. സമ്മർദ്ദത്തെ തുടർന്ന് മറ്റൊരു വശത്ത് ഒരു യുവാവ് കൊലയപ്പെട്ട സംഭവത്തിൽ ഗുണ്ടാ സംഘങ്ങളെ CPI പിന്തുണയ്ക്കുന്നു എന്ന് KPCC അധ്യക്ഷൻ MM ഹസൻ ആരോപിച്ചിരിക്കുന്നു. ഇത്തരത്തിലൊരു ആരോപണം നേരിടേണ്ട പാർട്ടിയാണോ CPI? അടുത്ത കാലത്ത് CPIയുടെ നിലപാടിൽ വന്ന മാറ്റം അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം CPI നേരത്തെ നമ്മളെല്ലാവരും പറയുന്നത് മാന്യന്മാരുടെ പാർട്ടിയാണ്, മാന്യന്മാരുടെ പാർട്ടി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ പിൽക്കാലത്ത് പാർട്ടി വലുതാക്കാൻ വേണ്ടി എന്തുമാവാം. പ്രത്യേകിച്ച് CPM-നോട് അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രശ്നം, CPM-ൽ നിന്ന് ഒരാൾ ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ പിടിച്ച് ഒപ്പം കൂട്ടുക, അവർക്ക് പരമാവധി എന്താണ് വേണ്ട സ്വീകരണം കൊടുക്കുക. അത് എത്രയൊക്കെ വാർത്തയാക്കാൻ കഴിയുമോ അത്രയൊക്കെ വാർത്തയാക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ അക്രമികൾ ഞങ്ങളുടെ കൂടെ ഇല്ല എന്നാണ് സുരേഷ് രാജ് പറയുന്നത്. അദ്ദേഹം അവിടെയുള്ള പാർട്ടിയുടെ ഈ മെമ്പർഷിപ്പിൻ്റെ കടലാസുകളുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സത്യമാണ്, ആയിരിക്കാം, നമ്മളതിൽ സംശയമില്ല. പക്ഷേ ഇവർ അനുഭാവികളായിട്ട് കൂട്ടിയില്ല എന്ന് പറയാൻ പറ്റുമോ? മെമ്പർഷിപ്പ് കൊടുത്തോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർ തങ്ങൾക്കൊപ്പം വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അവിടെയുള്ള നാട്ടുകാർക്ക് മുഴുവൻ അറിയുന്ന കാര്യമാണ്. ഇവർ നേരത്തെ ലീഗിലുണ്ടായിരുന്നു, അവർ CPM-ലുണ്ടായിരുന്നു. CPM എന്ന് പോയ ഉടൻ തന്നെ ഇവരെ സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പോൾ ഇതേ രീതി ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും എന്നുള്ള രീതിയിൽ സംരക്ഷിക്കുന്നോ ഇല്ല എന്നുള്ളതല്ല, ഒരു ഇത്തരം ഗുണ്ടകളെ മറ്റു പല ആളുകളും പറയുന്ന പോലെ, ഇപ്പോൾ ഇവിടെ മരക്കാർ പറഞ്ഞ പോലെ ഒരു പാർട്ടിയും തങ്ങൾക്കൊപ്പം നിർത്താതെ കളയുന്ന ആളുകളെ നിങ്ങൾ എന്തിനാണ് എടുക്കുന്നത്? നേരത്തെ CPI-യിൽ അങ്ങനെ എടുക്കില്ല. പാർട്ടി വലുതാക്കുക എന്നുള്ളതല്ല CPI-യുടെ ഇതുവരെ ഉണ്ടായിരുന്ന ആദർശം. പാർട്ടി വലുതാവും സ്വാഭാവികമായിട്ടും. നമ്മളെല്ലാ ആളും ഇപ്പോൾ CPI എന്ന് പറഞ്ഞാൽ അച്യുതമേനോൻ്റെ കാലത്താണെങ്കിലും ചന്ദ്രശേഖരൻ നായരുടെ കാലത്താണെങ്കിലും PKV-യുടെ കാലത്താണെങ്കിലും ഒക്കെ അവിടെ ഒരു മാന്യന്മാർ എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള നിർവചനത്തിൽ ഒരാൾ പോലും പറയില്ല, കളങ്കിതരായിട്ടുള്ള ഒരാളും CPI-യിലുണ്ടെന്ന് പറയില്ല. അവർ വളരെ കൃത്യമായിട്ട് പോയിരുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥയല്ല. ഇപ്പോൾ CPM ഒപ്പം നിൽക്കുന്ന CPM-നോട് മത്സരിക്കാൻ വേണ്ടി നിങ്ങൾ എറണാകുളത്ത് കൊടുത്ത ആഘോഷപരം എന്തായിരുന്നു? എറണാകുളത്ത് CPM-ൽ നിന്ന് കുറേ പേര് പോയി. ഞാൻ CPM-നെ നന്നാക്കി പറയല്ല. CPM-ൽ നിന്ന് കുറേ പേരെ പോയപ്പോൾ കാനൻ രാജേന്ദ്രൻ നേരിട്ട് അവിടെ എത്തിയിട്ട് അവർക്ക് പരമാവധി ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കുന്ന രീതിയിലേക്ക് നിൽക്കുന്നു. ഇവിടെയും CPI-ൽ നിന്ന് വന്ന ആളുകൾ CPM-ൽ നിന്ന് വന്ന ആളുകളെ നിങ്ങൾ എന്തിനാണ് സ്വീകരിക്കുന്നത്? അവരെങ്ങനെയുള്ള ആളുകളാണ് മനസ്സിലാക്കിയിട്ട് വേണ്ട എടുക്കാൻ. പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തോ ലിസ്റ്റിൽ പേരുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. ഇവരെപ്പോൾ സംരക്ഷിക്കുന്നു എന്നുള്ള പോലെയല്ല. ഇത്തരം ഗുണ്ടകളെ ഏത് പാർട്ടിയാണെങ്കിലും, CPM ആണെങ്കിലും CPI ആണെങ്കിലും ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ഗുണ്ടകളെ കൈവടിയുക, അവരുമായിട്ടൊരു ധാരണ. അതുകൊണ്ടല്ല ഇപ്പോൾ ഈ CPM-നുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? എല്ലാ ഗുണ്ടകളും അവരൊപ്പം ഉണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നു. അവർ ഞങ്ങൾ സംരക്ഷണം കൊടുക്കുന്നില്ല പറയപ്പോഴും ആളുകൾ വിശ്വസിക്കില്ല. കൊടിസുനിയും ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ആജ്ഞാനുവർത്തികളായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഗുണ്ടകളുടെ ആജ്ഞാനുവർത്തികളായിട്ട് പാർട്ടി നേതാക്കന്മാർ നിൽക്കുന്നു എന്ന രീതിയിൽ ആ പാർട്ടിക്ക് ഇത്രയധികം ക്ഷീണമുണ്ടായില്ലേ? അതേ ക്ഷീണം ഇല്ലാതിരുന്ന ഒരു പാർട്ടി ഇടതുപക്ഷത്തായിട്ട് പോലും എല്ലാ ആളുകളും ഇപ്പോഴും മരക്കാരുൾപ്പെടെയുള്ള ആളുകൾ പറയുന്നില്ലേ CPI ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടി എന്തിനാണ് പലപ്പോഴായി മുന്നണികളിൽ പങ്കാളികളായിരുന്നു ഇവർ. അത് കോൺഗ്രസ് ആകട്ടെ ലീഗ് ആകട്ടെ പലപ്പോഴായി മുന്നണിയിൽ. ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. ശ്രീ CR നീലകണ്ഠൻ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ മാന്യതയുടെ ഒരു ഇമേജ് ഇവർക്ക് ലഭിച്ചത് അവരുടെ മരിച്ചുപോയ നേതാക്കന്മാരുടെ പ്രവർത്തന ഫലമായിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്വഭാവ സവിശേഷത കാരണമാണ്. ഒരുപക്ഷെ വെളിയം ഭാർഗവന് ശേഷം ഈ ശൈലിയിൽ മാറ്റമുണ്ടാവുന്നു എന്നൊരു തോന്നൽ സമൂഹത്തിലുണ്ട്. കാരണം ഒന്ന്, ഇവർ ആദർശധീരരാണ്, ആദർശവിശുദ്ധിയുള്ളവരാണ് CPI-ക്കാർ എന്ന ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ആശ്രയിക്കുന്നത് CPM-നെ പഴിച്ചായിരുന്ന ഒരു ശൈലിയാണ്. എന്നാൽ വലിയ വലിയ സംഭവങ്ങൾ, ഉദാഹരണത്തിന് CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പ് ഇന്നോളം അത്രയും അഴിമതി നടമാടുന്ന മറ്റൊരു വകുപ്പ് കേരളത്തിൽ LDF ഭരിക്കുമ്പോൾ ഉണ്ടാവുന്നില്ല. മൂന്നാറിലാകട്ടെ അട്ടപ്പാടിയിലാകട്ടെ മിക്കവാറും ആരോപണങ്ങളുടെ ചൂണ്ടുവിരൽ ഉയരുന്നത് ഈ പാർട്ടിക്കെതിരെയാണ്. പക്ഷേ അപ്പോഴെല്ലാം അവർ രക്ഷപ്പെടുന്നത് മുന്നണിയിലെ തങ്ങളുടെ പങ്കാളിയായ CPM-നെ പഴിചാരിക്കൊണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ ഇതല്ലേ സംഭവിക്കുന്നത്? അല്ല, ഇവിടെ CPI-CPM തർക്കവും CPM-ൽ നിന്ന് കിട്ടാവുന്ന ആളുകളെ കൊണ്ടുവരിക എന്ന CPI-യുടെ തന്ത്രവും വലിയ തോതിൽ അവർക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. CPM മോശമായതുകൊണ്ട് CPI നല്ലതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടുപേരെയും സമൂഹം രണ്ടായി വിലയിരുത്തും. CPM-നെ അതിനിശ്ചിതമായി വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ.
പക്ഷെ അതുകൊണ്ട് CPI നല്ലതാണ് എന്ന് പറയാനും പറ്റില്ല. കാരണം CPI എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം അജിംസ് ചോദിച്ച പ്രധാന ചോദ്യം, ഇപ്പം ഇവിടെ 2 വകുപ്പുകൾ, ഇത് മാത്രമല്ല 2 വകുപ്പുകൾ പ്രധാനമായും സിവിൽ സപ്ലൈസും റവന്യൂവും, ഈ 2 വകുപ്പുകളും കേരളത്തിലെ അഴിമതിയുടെ 2 പ്രധാന കേന്ദ്രങ്ങളാണ് എല്ലാ കാലത്തും. അത് മെച്ചപ്പെടുത്താൻ CPIക്ക് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ മറുപടി പറയും. കാരണം എൻ്റെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് അത് മുൻപോട്ട് കൊണ്ടുപോകാൻ. അവിടെ ഇരിക്കുന്ന ആളുകൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് നല്ല മന്ത്രിമാർ കേരളത്തിന് സംഭാവന ചെയ്തിട്ടുള്ളൊരു പാർട്ടിയാണ്. ആ മന്ത്രിമാരുടെ ഒക്കെ പേര് പറയുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട്. ഇപ്പോൾ PS ശ്രീനിവാസനാണെങ്കിലും E ചന്ദ്രശേഖരൻ നായരാണെങ്കിലും കേരളത്തിൽ എങ്ങനെയാണ് ഭരിക്കേണ്ടത്, എന്തിന് മുല്ലക്കര രത്നാകരൻ സാർ, അതുപോലെയുള്ള ആളുകൾ ഭരിക്കുമ്പോൾ നമ്മൾ അവരുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തനം നോക്കിയിട്ടുണ്ട്. ആ നിലവാരത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നൊരു പരാതി ഒരു വശം. അത് അവരുടെ വ്യക്തിപരമായ കുഴപ്പം മാത്രമല്ല, മൊത്തം സമൂഹത്തിലുണ്ടായ നാശം CPIയും ബാധിച്ചിരിക്കുന്നുവെന്നും അതറിയാതിരിക്കുന്നത് കൂടെയുള്ള ആൾ കൂടുതൽ കറുത്തതായതുകൊണ്ട് ഇയാൾ വെളുത്തതാണ് എന്ന് തോന്നുകയാണ് എന്നുമാണ് CPI കരുതുന്നതെങ്കിൽ അത് വളരെ അപകടം പിടിച്ച ഒന്നാണ്. CPM മോശമായതുകൊണ്ട് CPI നന്നാവില്ല. അതിന് മറുവശത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു ആത്മപരിശോധന CPI നടത്താൻ തയ്യാറായില്ലെങ്കിൽ CPIക്കും ഇതേ വഴി വരും. CPM വിട്ടുവന്ന ആളുകൾ പല സ്ഥലത്തും അവർ CPMൽ മോശമായതുകൊണ്ടൊന്നല്ല, വേറെ ചില തർക്കം കൊണ്ടാണ്. അവർ CPIയിലേക്ക് വരുമ്പോൾ അവരെങ്ങനെ പെരുമാറുന്നു, വെറുതെ ആളുടെ എണ്ണം കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. CPI പോലെ ഒരു പാർട്ടി ആളുകളുടെ എണ്ണത്തേക്കാൾ, അങ്ങനെയായിരുന്നെങ്കിൽ ആളുകളുടെ എണ്ണത്തിൽ അവർ കുറവായിരുന്നു കേരളത്തിൽ. എന്നിട്ടും CPI ആ വ്യക്തിത്വം നിലനിർത്തിയത് നേരത്തെ പറഞ്ഞ അതിലെ നേതാക്കന്മാരുടെയും അവരുടെ നിലപാടുകളുടെയും ശുദ്ധി കൊണ്ടാണ്, അതിൻ്റെ ഒരു നൈർമല്യം കൊണ്ടാണ്. അത് നഷ്ടപ്പെട്ടു പോയി എന്ന് സംശയം ആളുകൾക്കുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ബാധ്യത സുരേഷ് രാജിനെ പോലെയുള്ള ഉന്നതരായ CPIയുടെ നേതാക്കൾക്കുണ്ട്. സുരേഷ് രാജ്, നാളെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കുകയാണ്. എന്തായാലും ഈ സമ്മേളനത്തിൽ ഈ വിഷയങ്ങൾ ചർച്ചയാവുമെന്നാണ് കരുതുന്നത്. താങ്കളും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. സാധാരണ രീതിയിൽ മുസ്ലിം ലീഗ് പറയുന്ന അതേ ന്യായം പറഞ്ഞുകൊണ്ട് മണ്ണാർക്കാട്ടും അതുപോലെ CPMന്റെ തോളിൽ പഴിചാരിക്കൊണ്ട്, CPM കള്ളക്കേസിൽ കൊടുക്കുന്നു എന്ന പഴിചാരിക്കൊണ്ട് പുനലൂരിലും പാർട്ടിക്ക് തങ്ങളുടെ പ്രതിച്ഛായ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ 2 വിഷയങ്ങളിലും നേരിൻ്റെ പാതയിലേ നിന്നിട്ടുള്ളൂ എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഭൂമി നികത്തലുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ് പുനലൂരിലുണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനതിൻ്റെ വിശദാംശങ്ങൾ പഠിച്ചിട്ടില്ല. അത് ചർച്ചയ്ക്കെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല എന്നെ വിളിച്ചത്. അതുകൊണ്ട് ഭൂമി നികത്തലുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നത്തിൽ സമരം അവിടെ ഉണ്ടായി. ആ സമരത്തിൽ മനം നൊന്ത് പണം മുടക്കി പ്രയാസപ്പെട്ടിട്ടുള്ള ഒരാൾ ആത്മഹത്യ ചെയ്തു. അതാണ് അവിടെ ഉണ്ടായ സംഭവം. അത് ആ രീതിയിൽ വേണം കാണാൻ എന്നാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മണ്ണാർക്കാട്ടെ പ്രശ്നം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, ആ പ്രതികളെ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാവില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുമ്പോൾ അത് മുഖവിലക്കെടുക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മുസ്ലിം ലീഗിനോടും മറ്റിതര രാഷ്ട്രീയ പാർട്ടികളോടും ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തവരോടും ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്, ഈ കൊലപാതകം അപലപനീയമാണ് എന്ന ഭംഗിവാക്കല്ല. ഈ പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കണം, അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. ഇവിടെ CR നീലകണ്ഠൻ പറഞ്ഞല്ലോ, അവർക്ക് പരോൾ അനുവദിക്കാൻ, അവർക്ക് ജാമ്യം എടുത്തു കൊടുക്കാൻ, അവർക്ക് സുഖസൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള നിലപാട് CPI സ്വീകരിക്കില്ല എന്നത് വാക്കും പ്രവൃത്തിയും ഒന്നാണ് എന്ന് കാണിക്കുന്ന തരത്തിൽ ഞങ്ങൾക്കതിവിടെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന് ഞാൻ വീണ്ടും പറയാൻ ഇവിടെ ഒരു കാര്യം കൂടി വ്യക്തത വരുത്തുന്നുണ്ട്. സുരേഷ് രാജ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, ആ പ്രതികളെ ഞങ്ങൾ സംരക്ഷിക്കില്ല. ഈ ഗുണ്ടകളുമായി മുസ്ലിം ലീഗിന് ഒരു കാലത്തും ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് മരക്കാറിന് ഇപ്പോൾ പറയാൻ കഴിയുമോ? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ, ഇവരെ വെച്ച് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല എന്നതിൻ്റെ പേരിൽ ഞങ്ങൾ അവരെ താങ്ങി നിർത്തിയിട്ടില്ല, ഞങ്ങൾ അവരെ സ്വീകരിച്ചിട്ടില്ല, അവർക്ക് കുട പിടിച്ചു കൊടുത്തിട്ടില്ല. അതേ അനുഭവം തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും ഇവരെ തട്ടിവിടുകയാണ് ചെയ്തത്. മാർക്സിസ്റ്റ് പാർട്ടി തട്ടിവിട്ട, മുസ്ലിം ലീഗ് തട്ടിവിട്ടു എന്ന് തർക്കത്തിന് ഞങ്ങൾ സമ്മതിക്കാം, ഞങ്ങളും തട്ടിവിട്ട, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാൻ തയ്യാറാവാത്ത ഈ ഗുണ്ടാ സംഘത്തെ CPI പരിപൂർണമായി കൈവിടുകയും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കൈവിടുകയും ചെയ്ത കേരളം പോലത്തെ, പാലക്കാട് ജില്ല പോലത്തെ, അല്ല പാലക്കാട് ജില്ല പോലത്തെ സുരേഷ് രാജ് അത് പറയരുത്. CPI ഇവരെ എടുത്തിട്ടില്ല എന്ന് മണ്ണാർക്കാട് പ്രിയപ്പെട്ട സുഹൃത്ത്
എന്നാൽ എനിക്കതല്ലേ പറയാൻ കഴിയൂ. ഇപ്പോഴെങ്കിലും ഞാൻ കൺക്ലൂഡ് ഒരു പൊതുസമ്മേളനം നടക്കുമ്പോൾ ഒരു പൊതുസമ്മേളനം ശരി, അക്കാര്യത്തിൽ തർക്കമില്ല. അത് സാങ്കേതികമായ കാര്യം മാത്രമാണ് ശ്രീ മരക്കാർ. സജീവനിലേക്ക് അവസാനമായി. സജീവൻ, ഇതൊരു ശൈലി മാറ്റമായി കരുതാമോ അതോ ഒരു വീഴ്ചയായി മനസ്സിലാക്കണമോ CPI-യുടെ? സജീവൻ, പാർട്ടി അവർക്ക് കൊട പിടിച്ചു കൊടുക്കുന്ന അവസ്ഥ അവസാനിപ്പിച്ചാൽ CPI-യുടെ ശൈലി മാറ്റവും ഒരു വീഴ്ചയുമാണ്. കാരണം CPI ശൈലി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അത് CPM-നോടുള്ള ഒരു മത്സരത്തിൻ്റെ ഭാഗമായിരുന്നു. സത്യത്തിൽ എനിക്ക് ആ പാർട്ടിയോട് പറയാനുള്ളത്, കുറേ കാലമായിട്ട് മാന്യന്മാരുടെ പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടിയോട് പറയും. ഇപ്പോഴും സുരേഷ് രാജ് പറയും ഞങ്ങൾ ഒക്കെ വിശ്വസിക്കുന്നു, പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, ഈ പ്രതികളെ സംരക്ഷിക്കാൻ അവർ തയ്യാറാവില്ല. പക്ഷേ ഈ പാർട്ടി വളർത്തേണ്ടത് പാർട്ടിയുടെ പ്രവർത്തനത്തിലൂടെയാണ്. CPM-ൽ നിന്ന് 4 ആൾ പോരുമ്പോൾ അതിനെ സ്വീകരിച്ചുകൊണ്ടല്ല, CPM-നെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ CPI ഇത്രയും കാലത്തിന് അടിയന്തരാവസ്ഥ കാലത്ത് പോലും CPI-ക്കെതിരെ പിന്നെ അച്യുതമേനോനെതിരെ ആരൊന്നും പറഞ്ഞില്ല, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അത് മനസ്സിലാക്കണം. അങ്ങനെയുള്ളൊരു പാർട്ടി മാന്യന്മാരുടെ പാർട്ടിയായി തന്നെ നിലനിൽക്കുകയാണ് വേണ്ടത്. അതിന് CPM-ൽ നിന്ന് ആൾ പോരുമ്പോൾ, മറ്റിടത്ത് ആൾ പോരുമ്പോൾ അവരെ കൂടെ കൂട്ടുക, ആഘോഷം നടത്തുക, അതോടൊപ്പം തന്നെ ഈ CPM-ന് പിന്നാലെ പോയിട്ട് അവർക്കെതിരെ മോശമായി പറയുക, മുതലാളിയുടെ ഭാഷയാണോ തൊഴിലാളിയുടെ ഭാഷയാണോ പറയുന്ന രീതിയിലേക്ക് പോകുന്നതിന് പകരം നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുണ്ടകളൊന്നും നിങ്ങളുടെ ഒപ്പം വരില്ല. നിങ്ങൾ സാങ്കേതികമായിട്ട് പാർട്ടിയിൽ ചേർത്തില്ല എന്ന് പറഞ്ഞാലും മരക്കാർ പറഞ്ഞുകൊണ്ട് മണ്ണാർക്കാടുള്ള എല്ലാ ആളുകൾക്കും അറിയാം ഇവർ CPI-ക്കാരാണെന്ന്. അടുത്ത കാലത്തായിട്ട് മറ്റവർ പറയുന്നത് ലീഗിൻ്റെ പക്ഷത്തായിരുന്നു, ഈ പിന്നെ CPM-ൻ്റെ ഒപ്പമായിരുന്നു. ഈ കൊലപാതകത്തിൽ രാഷ്ട്രീയമില്ല എന്ന് കൊല്ലപ്പെട്ട ആളുടെ പിതാവ് പോലും പറഞ്ഞിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയം പറയുന്നില്ല, പഴയ വിരോധമാണെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ഒരു സംരക്ഷണത്തിൻ്റെ ഒരു ബലം മനസ്സിലെങ്കിലും കണ്ടിട്ടാണ് ഈ പ്രതികൾ ഈ കടുങ്കൈ ചെയ്തത്. ഞങ്ങളുടെ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളാണെന്നുള്ള ഹൂങ്ക് അവർക്കുണ്ടായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പാഠമായിട്ട് എടുക്കാനെങ്കിലും CPI തയ്യാറായില്ലെങ്കിൽ ഇവിടെയുള്ള മോശം പാർട്ടി, CR പറഞ്ഞല്ലേ, മോശം പാർട്ടികളുടെ പേരിൽ CPI എന്നുള്ള കൂടി ഉണ്ടാകും എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. റൈറ്റ് സജീവൻ. CR നീലകണ്ഠൻ, അവസാനമായി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ നിലപാടും പരസ്യമാണ്. അദ്ദേഹം പറയുന്നത് ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. അദ്ദേഹം തന്നെയാണ് ഈ സംഘത്തിന് കൊടുത്ത സ്വീകരണത്തിൽ ഇവരോടൊപ്പമുള്ളവരെയും പൂമാലയിട്ട് സ്വീകരിച്ചത്. അതിൽ ഈ പ്രതികൾ ഉണ്ടാവണമെന്നില്ല. സുരേഷ് രാജ് പറയുന്ന മുഖവിലേക്കെടുക്കാം. ഈ പറയുന്ന പ്രതികൾ ചിലപ്പോൾ ആ സംഘത്തിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ആ വന്നവർ ഏത് തരക്കാരാണ് എന്ന് മണ്ണാർക്കാട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ പാർട്ടി സംസ്ഥാന നേതൃത്വം തന്നെ ഈ ഒരു വീഴ്ചയെ പരസ്യമായി ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു തിരുത്തൽ ഈ സമ്മേളന കാലത്തെങ്കിലും പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും നേരത്തെ കാനം രാജേന്ദ്രൻ്റേതായി വന്ന ഒരു പ്രസ്താവന നിങ്ങൾ പലരും കോട്ട് ചെയ്തു. വരുന്നവരുടെ ജാതകം ഞങ്ങൾ നോക്കില്ല. നോക്കണം സുരേഷ് രാജ്, ജാതകം നോക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ജാതകമല്ല, ചരിത്രം നോക്കണം. ഇവരെ ഗുണ്ടകളായിരുന്നുവെങ്കിൽ അവരെ ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങളുടെ ഒരാളുകളായി ആ നാട്ടിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ഇപ്പോൾ സുരേഷ് രാജ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, മെമ്പർഷിപ്പ് മാത്രമല്ലല്ലോ. ചില സ്ഥലത്തൊരു ഞെളിഞ്ഞ് നടക്കലുണ്ടല്ലോ, ഞങ്ങൾ CPI-ക്കാരാണ്, ഞങ്ങൾ കോൺഗ്രസ്സാണ്, ഞങ്ങൾ ലീഗാണ് എന്നൊക്കെ പറഞ്ഞൊരു, അല്ലെങ്കിൽ CPM ആണെന്നൊക്കെ. അതിന് പോലും അനുവദിക്കാൻ പാടില്ല. ഇവരെ ഒരു വേദിയുമായി അടുപ്പിക്കാൻ പാടില്ല. കാരണം ഇത്തരം ആളുകൾ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടിത്തറ തന്നെ. സുരേഷ് പെട്ടെന്ന് പറഞ്ഞ അവസാനിപ്പിക്കും, നമുക്ക് സമയം. ഒരു മിനിറ്റ്, ഞാൻ ഒറ്റ മിനിറ്റേ പറയുന്നുള്ളൂ. ഈ CPI-യിലേക്ക് ഞങ്ങൾ സ്വീകരിച്ചു എന്ന് വീണ്ടും പറയുന്നു. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന മണ്ണാർക്കാട്ടെ കൊലപാതക വിഷയമാണ്. ആ കൊലപാതകത്തിൽ പ്രതികളായിട്ടുള്ള ഈ 5 പേരെ CPI-യുടെ ഒരു രേഖകളിലും കാണുന്നില്ല. നന്ദി സുരേഷ് രാജ്, സജീവൻ, CR നീലകണ്ഠൻ, ജ്യോതികുമാർ ചാമക്കാല, ശ്രീ മരക്കാർ, വളരെയധികം നന്ദി. ചർച്ചയിൽ സ്പെഷ്യൽ പൂർണ്ണമാവുകയാണ്. ഇനി പൊളിമിക്സ് കാണാം. ഗുഡ് നൈറ്റ്.